ശ്രീ പി കെ കൃഷ്ണദാസ്, നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്ര സംഘത്തെ കാണുന്നത്. കാരണം ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി 9ാം ദിനം തന്നെ ഇങ്ങോട്ട് എത്തുകയാണ്. ഇപ്പോഴും അവിടെ ദൗത്യസംഘം തുടരുകയും 152ഓളം ആളുകൾക്കായി, നമ്മുടെ സഹോദരങ്ങൾക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇത് 413 മരണം സംഭവിച്ചു. അതിലേറെ ആളുകൾ ഈ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് വലിയ കൈത്താങ്ങ് വേണ്ടതാണ്. ഈ ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ ആദ്യ ഗഡു എന്ന രീതിയിൽ നമുക്കൊരു സഹായം കിട്ടിയതുമാണ്. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ 9 മന്ത്രാലയങ്ങളും കൂടിച്ചേർന്ന് എത്തുമ്പോൾ നമുക്കത് വലിയ ആശ്വാസമാകും. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ആദ്യ ദിവസം സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രിയും ഉറപ്പ് നൽകിയിരുന്നു. ഈ വയനാടിനോടൊപ്പം കേരളത്തോടൊപ്പം കേന്ദ്ര സർക്കാരും ഉണ്ടാകും എന്ന്. അതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണവും കേന്ദ്രം നൽകുകയുണ്ടായി. നമ്മുടെ വ്യോമ കര നാവിക സേനകളെ അങ്ങോട്ടേക്ക് അയച്ചു, വയനാട്ടിലേക്ക് അയച്ചു. അതേപോലെ തന്നെ NDRF ടീമിനെ അയച്ചു. ഇതോടൊപ്പം തന്നെ ആധുനികമായ ഉപകരണങ്ങളും വയനാട്ടിലേക്ക് എത്തുകയുണ്ടായി. ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് കേന്ദ്ര രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചത്. ഇതേപോലെ തന്നെ ഇനി രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്നു. ഇനി അവിടെ പുനരധിവാസ പ്രവർത്തനമാണ് നടക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സാമ്പത്തിക സഹായം ഉണ്ടാകും. 2018-ലും 2019-ലും കേരളത്തിൽ പ്രളയം വന്നപ്പോൾ, തിരുവനന്തപുരത്ത് ഓഖി ദുരന്തം വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായ സഹകരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വയനാട്ടിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലക്കാണ് കേന്ദ്ര സംഘം വയനാട്ടിലെത്തുന്നത്. ഈ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പഠനം അവര് നടത്തുന്നുണ്ടാകും. അതിന്റെ പശ്ചാത്തലം, ഇതൊക്കെ അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഭാവി നടപടികൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് തീർച്ചയായും നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ശ്രീ പി കെ കൃഷ്ണദാസ്, ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഉള്ള ചില മാനദണ്ഡങ്ങൾ അത് ഇതിന് വിലങ്ങുതടിയാകുമോ എന്നുള്ളതാണ്. നമുക്കത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ വയനാട്ടിൽ നേരിട്ട് ഇത് ബാധിക്കപ്പെട്ടു പോയ ആയിരങ്ങൾ, ഏതാണ്ട് 5000-ഓളം ആളുകൾ, അത് മരിച്ചവരുടെ കുടുംബങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഈ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെയും ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ളൊരു താങ്ങാകും എന്ന് നമുക്ക് നന്നായി അറിയാം. പക്ഷേ ഈ പ്രളയം പോലെയുള്ള സമയങ്ങളിൽ കേരളം ഒന്നാകെ അത് നേരിട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ അത് വയനാടിന് മാത്രമായി പോയി എന്ന് പറയുമ്പോൾ പോലും നമ്മൾക്ക് നഷ്ടപ്പെട്ടത് 413 പേരാണ്. ഇപ്പോൾ വന്ന കണക്കുകൾ ഇനി 152 പേരെ കണ്ടെത്താനുമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ദുരന്തം തന്നെയാണ്. പക്ഷെ അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമുക്കതിന് എത്രത്തോളം ഇടപെടാൻ കഴിയും? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ദേശീയ ദുരന്തം എന്നുള്ള ആ പ്രഖ്യാപനം സാങ്കേതികമായിട്ട് അതിനങ്ങനെ സാധിക്കുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ ഈ നിയമാവലിയിൽ ഒന്നും തന്നെ ഈ ദേശീയ ദുരന്തം എന്നുള്ള ആ പ്രഖ്യാപനം അത് കാണുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ അല്ലയോ എന്നുള്ളതല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച വലിയ സംഭവമാണ്, ദുരന്തമാണ് ഈ വയനാട്ടിൽ നടന്നിട്ടുള്ളത്. 100 കണക്കിന് മനുഷ്യ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. സർവസ്വം നഷ്ടപ്പെട്ടവരേറെ. അവരൊക്കെ ജീവിതത്തിലെ കൈപിടിച്ചുയർത്താനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്, കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇങ്ങനെയുള്ള സാങ്കേതികമായിട്ടുള്ള ഈ കടമ്പകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ പരമാവധി സഹായം ഈ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് എത്രമാത്രം സഹായം നൽകാൻ സാധിക്കുമോ അത്രയും സഹായം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ശ്രീ പി കെ കൃഷ്ണദാസ്, ഒരുപക്ഷെ വയനാട് മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. പക്ഷേ ഈ കേന്ദ്ര സംഘം വരുമ്പോൾ നമുക്കറിയാം, കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ, എന്താണ് കേരളത്തിലെ മലനിരകളിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഒരുപക്ഷെ ഈ വയനാട് പോലെ തന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് സമീപകാലങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ, ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളെല്ലാം
ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിൽ സാധ്യതയുള്ള ഇടങ്ങളുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും വീണ്ടും കയ്യേറ്റങ്ങളും മറ്റും വ്യാപകമായി വരുന്ന സാഹചര്യം, നിലവിലുള്ള നിയമങ്ങൾ പോലും കൃത്യമായി ഇമ്പോസ് ചെയ്യപ്പെടാത്ത സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതും ഇനി ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ നോക്കേണ്ട കടമയും കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെയും ഈ സംഘത്തിന് കീഴിൽ വരും, അവരുടെ സന്ദർശനത്തിൽ വരും എന്ന് കരുതാമോ? നമ്മള് സത്യത്തിൽ നമ്മൾ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. ഈ നമ്മുടെ കവളപ്പാറയിലും അതുപോലെ പുത്തുമലയിലും ഇതുപോലെ ഇതുപോലത്തെ ഉരുൾപൊട്ടലുണ്ടായി. പക്ഷെ നമ്മളൊന്നും പഠിക്കാൻ തയ്യാറായില്ല. ഇനി നമ്മൾക്ക് നമുക്ക് സമാനതയില്ലാത്ത വലിയൊരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ കേരളം തയ്യാറാകണം. കാരണം ഇതുപോലെ ഉരുൾപൊട്ടൽ ഇനി മറ്റ് ജില്ലകളിലും മറ്റ് പ്രദേശങ്ങളിലും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ മലനിരകളിൽ മുഴുവൻ തന്നെ വലിയ ഖനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഗർത്തങ്ങളാണ് ഈ മലമുകളിൽ മുഴുവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ മേഖലകളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ, അവിടെയുള്ള കയ്യേറ്റങ്ങൾ, അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ, അതുപോലെ തന്നെ നിയമവിരുദ്ധമായ ഖനനങ്ങൾ ഒഴിവാക്കാൻ കേരളം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ വയനാടിന്റെ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ 14 ജില്ലകളിലും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും സർവേകളും നടത്തേണ്ട അത്യാവശ്യമാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സംഘത്തിന്റെ വരവ് ഇതിനൊരു പ്രേരണയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്രത്തിന്റെ ഇന്ന് വരുന്ന ടീം, കേന്ദ്ര സംഘം ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രീയമായ പഠനം നടത്തും. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കേരളത്തിൽ ഇനി ഈ മറ്റെല്ലാ വിധ പ്രലോഭനങ്ങൾ, ഈ മറ്റുള്ള സമ്മർദ്ദങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി, പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇക്കാര്യത്തിൽ വലിയ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ സെൻസിറ്റീവ് ഏരിയകളുണ്ട്. അത് കണ്ടെത്തിക്കൊണ്ട് അവിടെയുള്ള അനധികൃത കയ്യേറ്റവും കുടിയേറ്റങ്ങളും അതുപോലെ തന്നെ ഈ ഖനനങ്ങളും ഒഴിവാക്കാൻ നമ്മുടെ സംസ്ഥാന അടിയന്തരമായിട്ട് ഇടപെടണം, നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഓരോ വർഷവും നമുക്ക് ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.